ചാണ്ടിയുമ്മനെ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കി എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പം വി.ഡി. സതീശൻ ഗവർണർക്ക് നൽകിയ പട്ടികയിൽ ചാണ്ടിയുമ്മൻ്റെ പേരില്ല. പകരം വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖിൻ്റെ പേര് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ചാണ്ടിയുമ്മനെ മന്ത്രിയാക്കുകയും തിരുവഞ്ചൂരിനെ മന്ത്രിയാക്കാതിരിക്കുകയും ചെയ്താൽ അത് കോട്ടയത്ത് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും, വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കും. പല നേതാക്കന്മാരും മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്ന് കരുതി കുപ്പായം തയ്ച്ചവരുണ്ട്. ചിലരെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ ആലുവയിൽ അൻവർ സാദത്തിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്, KCയും അതുപോലെ തന്നെ RCയും ഒക്കെ നിർദ്ദേശിച്ച ആളുകളാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. അത് സതീശന് അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ അതിജീവിച്ച് വരാനുള്ള ഒരു കപ്പാസിറ്റി സതീശനുണ്ട്. നമസ്കാരം. UDFിലെ മന്ത്രിസഭാ ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ എടുക്കുന്ന സമയം വരെ അതിൽ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ സജീവമായി കേട്ടിരുന്നൊരു പേരാണ് ചാണ്ടിയുമ്മൻ്റേത്. അത് യുവ നേതാവ് എന്ന നിലയിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഉമ്മൻചാണ്ടിയുടെ ലെഗസി പിന്തുടർന്നു എന്ന പല കാരണത്താലും ചാണ്ടിയുമ്മൻ മന്ത്രിയാവും എന്ന കാര്യത്തിൽ ഒരുവിധം എല്ലാവരും ഉറപ്പിച്ചതുമായിരുന്നു. പക്ഷേ ഈ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് ഉണ്ട്. വരുന്ന വാർത്തകളിൽ ചാണ്ടിയുമ്മൻ ലിസ്റ്റിലില്ല എന്ന തരത്തിലൊക്കെയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ചാണ്ടിയുമ്മനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ലൊരു തീരുമാനമായിരിക്കുമോ, അല്ലെങ്കിൽ ഭാവിയിൽ ചാണ്ടിയുമ്മൻ അങ്ങനെ ഒരു വാശി കാണിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം, എങ്കിൽ പോലും ഇത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? ചാണ്ടിയുമ്മനെ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കി എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പം വി.ഡി. സതീശൻ ഗവർണർക്ക് നൽകിയ പട്ടികയിൽ ചാണ്ടിയുമ്മൻ്റെ പേരില്ല. പകരം വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖിൻ്റെ പേര് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ടിസ്റ്റായിരുന്നു. ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയ 11 ദിവസത്തെ ചർച്ച പോലെ തന്നെ വളരെ സംഭവബഹുലമായിരുന്നു കോൺഗ്രസിൽ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ചർച്ച നമുക്കറിയാം. അപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ച അന്ന് തൊട്ട് ആരൊക്കെ മന്ത്രിമാർ, എന്തൊക്കെ വകുപ്പുകൾ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായി നടത്തി. ഇന്ന് തന്നെ രാവിലെ തൊട്ട് നടത്തിയ ചർച്ചകളിൽ പല പേരുകൾ വരികയും പല പേരുകൾ വെട്ടിമാറ്റപ്പെടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിൽ 3 ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളതാണ്. ഈ 3 ഗ്രൂപ്പുകളെയും എല്ലാ ആളുകളെയും പല രീതിയിൽ പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പം രമേശ് ചെന്നിത്തല കുറേ ആളുകളുടെ പേര് പറയുന്നു. അതുപോലെ തന്നെ വി.ഡി. സതീശൻ കുറേ ആളുകളുടെ പേര് പറയുന്നു. KC വേണുഗോപാൽ അങ്ങനെ കുറേ ആളുകളുടെ പേര് പറയുന്നു. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ KC വേണുഗോപാൽ മന്ത്രിമാരുടെ കാര്യത്തിൽ പിടിമുറുക്കി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞു. കാരണം മുഖ്യമന്ത്രിയാവും എന്ന് അവസാന ഘട്ടം വരെ കരുതിയിരുന്ന ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ അവസാന ഘട്ടമാകുമ്പോഴേക്ക് KCയും ഇല്ല, RCയും ഇല്ല, പകരം വന്നത് VD ആയിരുന്നു. അപ്പോൾ വി.ഡി. സതീശനിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വന്നതോടുകൂടി പലരും മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും വെട്ടിമാറ്റപ്പെടുകയായിരുന്നു. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ചർച്ച എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഒരു കേസിൽ ഉൾപ്പെടുത്തി മാനസികമായി തകർത്താണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതെന്നും 2 തവണ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയും ആ കേസ് ഉപയോഗിച്ചു എന്നും ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാറും മറ്റ് ചില ആളുകളും ചേർന്ന് ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ കേസിൽ സോളാർ നായികയുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ ലൈംഗിക പീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്നൊക്കെ ഏറെക്കുറെ തെളിഞ്ഞോടുകൂടി ഈ തവണത്തെ ഇലക്ഷനിൽ അത് വലിയ വികാരമായി മാറുകയും ഒരുപക്ഷെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ തോൽക്കാനുണ്ടായ കാരണം പോലും ഉമ്മൻചാണ്ടിയെ എല്ലാ തരത്തിലും ഉപദ്രവിച്ചു എന്നും ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകൾ ഉമ്മൻചാണ്ടിയുടെ ശാപം. പക്ഷെ നമ്മളിൽ കാണേണ്ടത്, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചാണ് പലരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയത്. അവർ വലിയ വിജയം നേടി, ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം കൊണ്ട് വിജയം നേടി എന്ന് പറഞ്ഞവരൊക്കെയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്നാണ് വി.ഡി. സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെല്ലുകയും മറിയുമ്മൻ അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ ഒക്കെ കണ്ട് വലിയ അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാളെ വരുന്നത്. പക്ഷേ ഈ മന്ത്രിസഭയിൽ എന്തുകൊണ്ട് ചാണ്ടിയുമ്മൻ ഉണ്ടായില്ല എന്നുള്ള ചോദ്യത്തിന് പലതരത്തിലുള്ള ന്യായങ്ങളാണ്. ഒന്ന്, ചാണ്ടിയുമ്മൻ കുറച്ചു കാലം മാത്രമാണ് എം എൽ എ ആയിട്ട് പോലും അധികം പരിചയസമ്പന്നനല്ല എന്നുള്ളതാണ്. അതേസമയം ലിജു മന്ത്രിസഭയിലേക്ക് വരുന്നുണ്ട്, തീരെ പരിചയസമ്പന്നനല്ലാത്തൊരാൾ. അപ്പോൾ അത്തരത്തിലുള്ള പല പരിഗണനകളും വെച്ച് ചാണ്ടിയുമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് കരുതിയാണ്. പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. പലരെയും മന്ത്രിയാക്കണം. വയനാട്ടിൽ നിന്നും IC ബാലകൃഷ്ണൻ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടിയായിട്ട് വരുന്നു. അതുപോലെ തന്നെ
ലത്തീൻ കത്തോലിക്കരുടെ പ്രതിനിധിയായിട്ട് വിൻസെന്റ് ഉണ്ടാവണം എന്നും അഥവാ വിൻസെന്റിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങ് ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലത്തീൻ സഭ വലിയ രീതിയിൽ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. മിനിമം ഒരു 30 പേരെങ്കിലും മന്ത്രിയാക്കണം എന്നുള്ള അവകാശവാദങ്ങൾ പല തരത്തിൽ പലരും ഉന്നയിക്കുന്നു. കോൺഗ്രസ് തന്നെ പല നേതാക്കന്മാരും മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്ന് കരുതി കുപ്പായം തയ്ച്ചവരുണ്ട്. ചിലരെ മന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ ആലുവയിൽ അൻവർ സാദത്തിനെ മന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. പലരുടെയും പേരുകൾ വരികയും പോവുകയൊക്കെ ചെയ്തു. വന്ന കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ചാണ്ടി ഉമ്മൻ്റെ പേരുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പലരെയും ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള പല ന്യായങ്ങൾ പറഞ്ഞ് പലരെയും ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ചാണ്ടി ഉമ്മനെയും ഒഴിവാക്കി എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മന് ശരിക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതായിരുന്നു. ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ആരോഗ്യത്തോടെ നിന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും ഇത്തവണ മുഖ്യമന്ത്രി. അപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ലാതെ പോയത്. അദ്ദേഹത്തിന് പകരമായാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്നും ജനവിധി നേടിയതും MLA ആയതും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടി, അതിനേക്കാൾ തിളക്കമാർന്ന വിജയം നേടിയാണ് ഇത്തവണ അദ്ദേഹം വീണ്ടും സഭയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലൊരു പരിഗണന നൽകണമായിരുന്നു. പക്ഷേ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി ആവുന്നില്ല എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കുകയും തിരുവഞ്ചൂരിനെ മന്ത്രിയാക്കാതിരിക്കുകയും ചെയ്താൽ അത് കോട്ടയത്ത് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും, വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കും എന്നതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ അവസാന ഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന്. ചാണ്ടി ഉമ്മനും നേരത്തെ പറഞ്ഞിരുന്നു, എന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല, പരിഗണിച്ചാലും പരിഗണിച്ചില്ലെങ്കിലും ഒരേപോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയും പിന്നീട് പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് വരും കാലങ്ങളിൽ ചാണ്ടി ഉമ്മൻ വലിയ പ്രതിഷേധം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ കാണുന്ന പലരുടെയും ശാന്തതകൾ വരും ദിവസങ്ങളിൽ അത് മാറും. കോൺഗ്രസിനുള്ളിലും ചിലപ്പോൾ പുറത്തും ഒക്കെ പ്രതിഷേധ സ്വരങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം ഇപ്പം ഈ മന്ത്രിസഭയാണ് ആയിരിക്കാം ഒരുപക്ഷെ ഒരുപാട് പല വകുപ്പുകളും 2-3 ടേമുകളൊക്കെ കാണാൻ പോകുന്ന ഒരു മന്ത്രിസഭയായിരിക്കും. കാരണം അതിന് മാത്രം ആൾക്കാർ മന്ത്രിയാവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ഭരണനിർവഹണത്തിൽ ഒരു തിരിച്ചടിയാവാൻ പോകുന്ന വിഷയമല്ലേ? തീർച്ചയായും ഒരു ശക്തമായൊരു മന്ത്രിസഭ ഉണ്ടായെങ്കിൽ മാത്രമേ ഭരണം കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനിതിൽ കാണുന്നത് ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആഭ്യന്തരമില്ല എന്നുള്ളതിനാണ്. കാരണം ആഭ്യന്തരവും വിജിലൻസും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ വേണ്ടി 10 വർഷം മുന്നേ തന്നെ റെഡിയായതാണ്. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത്തവണ വലിയ രീതിയിൽ തുടക്കം തൊട്ടേ തന്നെ VD സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു, വലിയ നിലയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരും എന്ന്. ഇത്തവണ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി 3 പേരുണ്ടായിരുന്നില്ല. ആദ്യം 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് രമേശ് ചെന്നിത്തലയും മറ്റൊന്ന് VD സതീശനുമായിരുന്നു. പിന്നീട് KC കൂടി വന്നതോടുകൂടിയാണ് തർക്കം രൂക്ഷമായത്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ആവുക, കോൺഗ്രസിൽ സാധാരണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് MLA-മാരുടെ പിന്തുണ ആർക്കാണോ അവർ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കൃത്യമായി MLA-മാരുടെ ഒരു വലിയ പട്ടികയും ഇദ്ദേഹം KC സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. MLA-മാർ കൃത്യമായും നിരീക്ഷകരുടെ മുന്നിൽ ഹാജരായി അവർക്ക് മൊഴി കൊടുത്തത് ഞങ്ങൾ KC-ക്കൊപ്പമാണെന്നായിരുന്നു. പക്ഷേ ജനങ്ങൾ പൂർണ്ണമായും VD സതീശനൊപ്പമായിരുന്നു. അതുമാത്രമല്ല ഘടകകക്ഷികളും മുസ്ലിം ലീഗും അതുപോലെ തന്നെ കേരള കോൺഗ്രസും ഒക്കെ RSP പോലുള്ള പാർട്ടികളെല്ലാം VD സതീശനൊപ്പമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ VD സതീശൻ നാളെ മുഖ്യമന്ത്രി ആവുന്നത്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനം യഥാർത്ഥത്തിൽ KC തന്നെ കൊണ്ടുപോകുമായിരുന്നു, ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങളെ ഭയന്നുകൊണ്ട് മാത്രമാണ്, ഘടകകക്ഷികളെ ഭയന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഹൈക്കമാൻഡ് തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ ചിലപ്പോൾ നിരന്തരമായ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ശാന്തത, ഇപ്പോൾ ശാന്തതയില്ല, ഇനി വരുന്ന ആളുകളിൽ തീരെ ശാന്തത ഉണ്ടാവില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. VD സതീശൻ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. VD സതീശൻ അതിനുള്ള പവറുണ്ട്. പക്ഷേ എങ്കിൽ പോലും VD സതീശൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഇല്ല എന്നുള്ളത് വരുന്ന ആളുകളിൽ വലിയ വിഷയങ്ങൾക്ക് ഒരു കാരണമാവും എന്ന് തന്നെ നമ്മൾ കാണണം.
മന്ത്രിസഭയിലുള്ള പിടിപാട് വി ഡി സതീശന് കുറവാണ് എന്നൊരു ആരോപണം. തീർച്ചയായും അതാ പറഞ്ഞത്. കെ സിയും അതുപോലെ തന്നെ ആർ സിയും ഒക്കെ നിർദ്ദേശിച്ച ആളുകളാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. അത് സതീശന് അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ അതിജീവിച്ച് വരാനുള്ള ഒരു കപ്പാസിറ്റി സതീശനുണ്ട്. മാത്രമല്ല ഇപ്പോൾ കെ സിയെയും ആർ സിയൊക്കെ പിന്തുണക്കുന്ന MLA-മാർ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ട്. വി ഡി സതീശനൊപ്പം തന്നെ നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് വി ഡി സതീശന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. ഒരു സർക്കാരിനെ വീഴ്ത്താനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആഭ്യന്തര വകുപ്പാണ് എപ്പോഴും കാരണമാവാറ്. അതുകൊണ്ട് ഇത്തവണ ആഭ്യന്തര വകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ, കാരണം രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ വലിയൊരു പകയുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ആ പക ചില്ലറ പകയല്ല, ആനപ്പകയാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ വളരെ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ, അത് വി ഡി സതീശൻ അറിയാം. വി ഡി സതീശൻ അത്ര ധാരണയില്ലാത്ത ആളല്ല. ഈ മന്ത്രിസഭയിൽ ഏറ്റവും ശക്തനായ നല്ല പൊളിറ്റിക്കൽ ധാരണയുള്ള ആൾ തന്നെയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ മുന്നിൽ കണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്.